പ്രശാന്ത് കൃത്യമായി ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പ്രശാന്തിന് കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും പ്രശാന്തിനെ നിയന്ത്രിച്ചത് ആരായിരുന്നു, ഏത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു, പഴയ കടകംപള്ളി ആയിരുന്നുവോ അതോ ഇപ്പോഴത്തെ വാസവനായിരുന്നുവോ എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയല്ല. എല്ലാ ഭക്തരുടെയും മനസ്സ് വേദനിപ്പിക്കുകയും ഇത്തരമൊരു സമീപനം 51 മഹാക്ഷേത്രങ്ങളിലും നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നടന്നിട്ടുണ്ടാകാം എന്നുള്ള ചർച്ചയിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഇതുപോലെയുള്ള ആളുകളാണ്. പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. പഴയ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അനുജൻ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്യാത്ത ആളുകളല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ ഇങ്ങനെയാണ്, അവർ വെളുക്കെ ചിരിക്കും, അവർ വെളുക്കെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചിരിക്കാൻ ഒരല്പം മടിയുണ്ടെങ്കിലും അവർ കൃത്യതയോട് കൂടിയിട്ട് ഗൂഢാലോചന പ്ലാൻ ചെയ്യും. ഈ വ്യത്യാസം മാത്രമേ രണ്ടു കൂട്ടരും തമ്മിലുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സോണിയ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രബലമായിരിക്കുന്ന സമയത്തല്ലേ ഇന്ത്യയിലെ പുരാതനമായിട്ടുള്ള എത്രയെത്ര വിഗ്രഹങ്ങൾ നാട് കടന്നുപോയി, അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വന്നല്ലോ.